നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കിഡ്നി സ്റ്റോൺസിനെ പറ്റിയാണ്. ആയുർവേദത്തിൽ മൂത്ര അശ്മരി എന്ന് പറയുന്ന ഈ രോഗാവസ്ഥ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് കണക്കാക്കാം. നേരത്തേക്ക് ഒരു 35 വയസ്സിന് ശേഷം ഉള്ള ആൾക്കാരിലായിരുന്നു ഇത്തരം അസുഖങ്ങൾ കണ്ടുവരുന്നതെങ്കിൽ ഇന്ന് ഒരു കൊച്ചുകുട്ടികളിൽ പോലും ഈ അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. മാറി വരുന്ന ഭക്ഷണ രീതികളും പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടിയൊക്കെ ഉള്ള വ്യത്യാസമൊക്കെ കൊണ്ടാണ് ഇത്തരം അസുഖങ്ങൾ കൂടി വരാൻ ഉള്ള കാരണമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മൂത്രമാർഗ്ഗത്തിലൂടെയാണ് ശരീരത്തിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് എസ്പെഷ്യലി ബ്ലഡ് പ്യൂരിഫൈ ചെയ്ത് അതിലുള്ള ആവശ്യങ്ങളുള്ള വസ്തുക്കൾ തിരിച്ചെടുക്കുകയും അനാവശ്യമായിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് എല്ലാം ബ്ലഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കിഡ്നി വഴി അരിച്ചിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. മൂത്രമുണ്ടായി മൂത്രമാർഗ്ഗത്തിലൂടെ ഇത്തരം വേസ്റ്റ് പ്രൊഡക്ട്സുകൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടി ശീലമില്ലെങ്കിലോ അതല്ലെങ്കിൽ കിഡ്നിയിൽ മൂത്രം കെട്ടിക്കിടക്കാനുള്ള കാരണങ്ങൾ കൊണ്ടോ പലവിധമായ കിഡ്നിയുടെ അനാട്ടമിക്കൽ സ്ട്രക്ചറിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ പൊസിഷനിലുള്ള വ്യത്യാസം കൊണ്ടൊക്കെ മൂത്രം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോൺസിനുള്ള സാധ്യത കൂടുകയും കൂടുതൽ ക്രിസ്റ്റൽസ് വന്ന് കിഡ്നിയിൽ അടിഞ്ഞു കൂടുകയും സ്റ്റോൺ ഫോർമേഷനുള്ള സാധ്യത കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠനങ്ങളൊക്കെ പറയുന്നത് ഈ കിഡ്നി സ്റ്റോൺസ് യൂററ്ററിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ പെയിൻഫുൾ ആയിട്ട് അനുഭവപ്പെടുന്നത്, സഹിക്കാൻ പറ്റാത്ത അതിസഹനീയമായ വേദനയൊക്കെ ഉണ്ടാകുന്നത്. ചിലപ്പോൾ കിഡ്നിക്കകത്ത് 20 മില്ലി വരെയൊക്കെയുള്ള സൈസുള്ള സ്റ്റോൺസുകൾ ഉണ്ടാകും. പക്ഷേ ഇത് കൂടുതൽ പ്രശ്നമാവുന്നത് പെട്ടെന്ന് ഇത് ഇളകി പുറത്തേക്ക് വരുമ്പോൾ മൂത്രം തടയപ്പെടുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഒരു ആറാഴ്ചയിൽ കൂടുതലൊക്കെ മൂത്രം തടയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയുടെ ഫംഗ്ഷനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഇത്തരം അസുഖങ്ങളുണ്ടാകും. ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിനെ പറ്റിയാണ് കിഡ്നി സ്റ്റോൺസിൻ്റെ. നമുക്കറിയാം പലപ്പോഴും മരുന്ന് കഴിച്ചു കഴിഞ്ഞ് ഒരു വട്ടം സ്റ്റോൺസ് മാറിക്കഴിഞ്ഞാൽ 3-4 മാസം കഴിയുമ്പോൾ വീണ്ടും അതേ രോഗികൾ കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ശരീരത്തിലുള്ള ബ്ലഡിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള വ്യത്യാസം കൊണ്ടാണ്. അത് ഭക്ഷണ രീതിയിൽ നിന്നുള്ള വ്യത്യാസം കൊണ്ടാവാം, ഹോർമോൺ തകരാറ് കൊണ്ടുണ്ടാവാം, മറ്റ് സിസ്റ്റമിക് ഇൽനെസ് കൊണ്ടൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം അത് എന്തൊക്കെയാണെന്ന് കരുതി അതിൽ ആയുർവേദത്തിൽ എന്തൊക്കെ ചികിത്സയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് പ്രധാനമായിട്ടും ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയോ അതല്ലെങ്കിൽ ഓക്സലേസ് ഒക്കെ ചില ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ഓക്സലേസിൻ്റെ അളവ് കൂടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാൽസ്യം ഓക്സലേസ് അധികമായിട്ടുണ്ടാവുകയും ഇത് കിഡ്നിയിൽ പ്രോപ്പറായിട്ട് വെള്ളം കൂടി ഇല്ലെങ്കിൽ അരിച്ച് പ്രോപ്പറായിട്ട് പുറത്ത് പോയില്ലെങ്കിൽ സ്റ്റോൺസ് ഫോർമേഷന് കാരണമാവുകയും തീരുകയൊക്കെ ചെയ്യുന്നെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ കുടലിലുള്ള ചില ബാക്ടീരിയ ഉണ്ട്, ഓക്സലേസിനെ സിന്തസിസ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. ചില മരുന്നുകളുടെ പ്രയോഗങ്ങൾ കൊണ്ടൊക്കെ ഈ ബാക്ടീരിയയ്ക്ക് നാശം സംഭവിച്ചു കഴിഞ്ഞാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ ഇപ്പം സംസാരിക്കുന്നത് റീകറൻസ് എങ്ങനെ തടയാം, അല്ലെങ്കിൽ പ്രിവെൻഷനെ പറ്റിയാണ്. സ്റ്റോൺസിൻ്റെ ചികിത്സയല്ല. സ്റ്റോൺസ് ഒരു വട്ടം വന്ന് മാറിക്കഴിഞ്ഞിട്ട് വീണ്ടും വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസിനെ പറ്റിയാണ്. അപ്പോൾ ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സകൾ പറയുന്നുണ്ട്, ശോധന ചികിത്സകൾ, അതോടൊപ്പം തന്നെ വസ്തി ചികിത്സകൾ, സ്പെഷ്യലി ക്ഷീരവസ്തി പ്രയോഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചികിത്സകൾ കൊണ്ട് ഇങ്ങനെയുള്ള കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺസിൻ്റെ ഫോർമേഷൻസ് ഒക്കെ നമുക്ക് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പഠനങ്ങൾ അതിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമത് പറയുന്നതാണ് യൂറിക് ആസിഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. യൂറിക് ആസിഡ് സ്റ്റോൺസിലും ഈ പറഞ്ഞ ഭക്ഷണ രീതികൾ, അമിതമായിട്ടുള്ള പ്രോട്ടീൻ്റെ ഉപയോഗം കൊണ്ട് യൂറിക് ആസിഡ് അമിതമായി ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ പല അസുഖങ്ങൾ കൊണ്ടും ഈ യൂറിക് ആസിഡിൻ്റെ ശരീരത്തിൽ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ ഇതിൽ വാതരക്തം എന്നൊരു കൺസെപ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാതരക്തം ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിൽ തന്നെ പറയുന്ന ഒരു പ്രധാന കാര്യം അമിതമായിട്ട് എരി, പുളി, കയ്പ്പ് അങ്ങനെയുള്ള രസങ്ങളുടെ അമിത പ്രയോഗം കൊണ്ട് ശരീരത്തിൽ ഈ പറഞ്ഞ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ വാതരക്തം എന്ന് ആയുർവേദത്തിൽ പറയുന്ന അസുഖം ഉണ്ടാകാൻ കാരണമാകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണെങ്കിൽ അത്തരം ആഹാരത്തിലുള്ള ഡയറ്റ് റെസ്ട്രിക്ഷൻ കൊണ്ടും അതേപോലെ തന്നെ വിരേചനം പോലുള്ള പഞ്ചകർമ്മ ചികിത്സകൾ കൊണ്ടും ഒരു പ്രാവശ്യം യൂറിക് ആസിഡ് സ്റ്റോൺ ചികിത്സിച്ച് മാറിയതിന് ശേഷം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം ചികിത്സകൾ കൊണ്ട് നമുക്കിത് വീണ്ടും വരുന്നത് തടയാൻ നമുക്ക് പറ്റും. ഇതൊക്കെ ഈ രണ്ട് പറഞ്ഞ കാര്യങ്ങളും പ്രധാനമായിട്ടും ഈ പറഞ്ഞ കാൽസ്യം ഓക്സലേറ്റ്, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണൊക്കെയാണ് കിഡ്നിയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം സ്റ്റോൺസ് ചികിത്സിച്ച് മാറിയതിന് ശേഷം വീണ്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആയുർവേദത്തിലുള്ള പഞ്ചകർമ്മ ചികിത്സകളെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമുക്ക് സ്റ്റോൺസിൻ്റെ ചികിത്സയിലേക്ക് വരാം. അപ്പോൾ പ്രധാനമായിട്ടും ഈ സ്റ്റോൺസിൻ്റെ ചികിത്സയിൽ നമുക്ക് പറഞ്ഞു 5 മില്ലി വരെ സൈസുള്ള സ്റ്റോൺസൊക്കെ വെള്ളം കൂടി കറക്റ്റ് ആണെങ്കിൽ ഒരു 3 തൊട്ട് 4 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു 2-2.5 ലിറ്റർ മൂത്രം ഉണ്ടാവുകയും പ്രോപ്പറായിട്ട് സ്റ്റോൺസ് ഒരു 1-1.5 മാസം കൊണ്ട് യൂറിനിലൂടെ തന്നെ പുറത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആയുർവേദത്തിൽ അതേപോലെ തന്നെ ഒരു 12 മില്ലി വരെയൊക്കെ സൈസുള്ള സ്റ്റോൺസ് മരുന്നിൻ്റെ പ്രയോഗം കൊണ്ടും ഈ സ്റ്റോൺസ് പൊടിഞ്ഞു പോകുന്ന മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അലിഞ്ഞു പോകുന്നതും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 12 മില്ലിയെ കൂടുതൽ സൈസുള്ള അല്ലെങ്കിൽ 15 മില്ലിയൊക്കെ സൈസുള്ള സ്റ്റോൺസ് കിഡ്നിയിൽ ഉണ്ടാവാറുണ്ട്. ഇന്ന് ആധുനിക ശാസ്ത്രത്തിലും അലോപ്പതിയിലും ഒരുപാട് ചികിത്സ സർജിക്കലും നോൺ സർജിക്കലുമായിട്ട് ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തരം സ്റ്റോൺസുകൾ പൊടിച്ച് കളയുന്ന രീതികളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്റ്റോൺസിന് ഫലപ്രദമായ ചികിത്സകൾ ശാസ്ത്രീയ രംഗത്ത് വളരെ ഏറ്റവും നല്ല മികച്ച രീതിയിലുള്ള ചികിത്സകൾ അവൈലബിൾ ആണ്. എങ്കിലും പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഈ പല ഒറ്റമൂലി പ്രയോഗങ്ങളുടെ പുറകെയും ആൾക്കാർ പോകുന്നുണ്ട്. ഒറ്റമൂലികൾ നല്ലതാണ്, അത് മോശമാണെന്നുള്ളതല്ല. എങ്കിലും ഇത്തരം മരുന്നുകൾ ഒരു പഠനവിധേയമാക്കിയിട്ട് എന്തെങ്കിലും കിഡ്നി ടോക്സിറ്റിയോ മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള പഠനവിധേയമാക്കിയതിന് ശേഷം വേണം ഇത്തരം മരുന്നുകൾ പ്രയോഗിക്കേണ്ടതുള്ളത്. കാരണം ഇപ്പോൾ 5 മില്ലിയുള്ള സൈസുള്ള 12 മില്ലി സ്റ്റോൺസ് മരുന്നുകൊണ്ട് മാറുന്ന രീതിയിൽ
ഫലപ്രദമായ ചികിത്സകൾ വന്നിട്ടുണ്ട്. അതേപോലെ അതിൽ സൈസ് കൂടിയ സ്റ്റോണുകൾ കിഡ്നിയിലെ ഏത് ഭാഗത്ത് ആണ് പ്രശ്നമായിട്ടിരിക്കുന്നത് ആ ഭാഗത്ത് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റുന്ന ചികിത്സാരംഗങ്ങൾ ഇന്ന് ആധുനിക ശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ ആൾറെഡി അവൈലബിൾ ആണ്. പിന്നീട് നമ്മൾ ഈ പറഞ്ഞ ഒരു ലാബിലും കയറാത്ത മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതിനെന്തെങ്കിലും ടോക്സിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം വേണം കഴിക്കേണ്ടത്. അതൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ അത്തരം മരുന്നുകൾ നമുക്ക് അല്ലാതെ തന്നെ മരുന്നുകൾ കൊണ്ട് മാറുന്ന രീതിയിൽ ഇന്ന് കിഡ്നി സ്റ്റോൺസിൻ്റെ കാര്യങ്ങൾ മാറുന്ന തരത്തിൽ ഇന്ന് ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, ഒരു 3-4 ലിറ്റർ വെള്ളം കുടിക്കുക. അതേപോലെ 2-2 ലിറ്റർ യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് ചെറിയ സൈസുള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ഈ രോഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് പല സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും. ചിലപ്പോൾ ഒരു 5 ml സ്റ്റോൺസ് കിഡ്നിയിൽ കാണുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നോട്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ മുതുകത്ത് പെരുപ്പ് ഉണ്ടാകുമ്പോൾ സ്കാനിങ് എടുത്ത് നോക്കുമ്പോഴൊക്കെയാണ് ഇത്തരം സ്റ്റോൺസ് ഒക്കെ ഉണ്ടെന്ന് നോട്ട് ചെയ്യപ്പെടുന്നത്. ഇത് പ്രശ്നമാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിഡ്നിയിൽ നിന്ന് ഇളകി യൂറിറ്ററിലോ മറ്റോ ലോഡ്ജ് ചെയ്ത് പെയിൻഫുൾ ആകുമ്പോൾ അത് ശക്തമായ വേദന, സഹിക്കാൻ വയ്യാത്ത വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ യൂറിൻ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. മൂത്രമാർഗ്ഗത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ കൂടെ പനിയും ഛർദിലും സഹിക്കാൻ വയ്യാത്ത വേദനയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് നോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു 6 ആഴ്ചയിൽ കൂടുതൽ മൂത്രം പോകാതൊക്കെ തടഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആയുർവേദത്തിൽ നേരത്തെ പറഞ്ഞ കണക്ക് പ്രിവെൻറ്റീവ് ആസ്പെക്ട്സിൽ യൂറിക് ആസിഡ് സ്റ്റോൺസിൻ്റെയും അതേപോലെ കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺസിൻ്റെയൊക്കെ ചികിത്സ ആദ്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ 5 ml മുതലുള്ള സ്റ്റോൺസിൻ്റെ ചികിത്സകളെ പറ്റി പറഞ്ഞു. അതിൽ മരുന്ന് പ്രയോഗങ്ങളുണ്ട്. മരുന്നുകൾ ഒരു 3 മാസമെങ്കിലും മരുന്ന് തുടർച്ചയായി കഴിക്കേണ്ടി വരും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഈ 2 ആസ്പെക്ട്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ലൈഫ് സ്റ്റൈൽ, ഭക്ഷണശീലങ്ങൾ, അമിതമായിട്ടുള്ള പ്രോട്ടീൻ കൂടിയ ഭക്ഷണങ്ങൾ, അതേപോലെ കാൽസ്യം കണ്ടൻറ്റ് കൂടിയുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ ശരീരത്തിൽ ബ്ലഡിൻ്റെ സന്തുലിതാവസ്ഥ കറക്റ്റായിട്ട് നിലനിർത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോൺ ഫോർമേഷന് സാധ്യത ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കിഡ്നി സ്റ്റോൺ ഡിസീസിനെ പറ്റി എനിക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.